ഹായ് ചിൽഡ്രൻസ്, ഹൗ ആർ യു? എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ആദ്യത്തെ പാഠഭാഗമാണ്. എന്താണ് അതിൻ്റെ പേര്? ബ്ലൂമിങ് ആൻഡ് സ്പ്രൗട്ടിങ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ അതേപോലെ മലയാളത്തിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും പാഠഭാഗങ്ങളും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. എന്താണ് നമുക്ക് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഇതിൽ നമുക്കൊരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ്, സ്റ്റം, അങ്ങനെ ഒരു പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്? നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് തരം വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഒബ്സർവ് ദ പ്രിമൈസസ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് ട്രൈ ടു റൈറ്റ് ദി നെയിംസ് ഓഫ് പ്ലാന്റ്സ് ദർ. എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ എന്തുണ്ട് നമ്മുടെ ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മളെ ഏരിയയിലുള്ള കുറച്ച് മരങ്ങളുടെയൊക്കെ പേര് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്ലാന്റ്സിൻ്റെ നെയിംസ് തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ തരം പ്ലാന്റ്സ് ആണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്? കോക്കനട്ട് ട്രീ. എന്താണ് കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ തെങ്ങ്. ലൂക്കസ്, തുമ്പ, ഹിബിസ്കസ്, ചെമ്പരത്തി, ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ്, മാംഗോ ട്രീ, മാവ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് മരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പം ഞാൻ ഇവിടെ ആകെ 5 മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ, ഈ ഓരോ പ്ലാന്റ്സും ഒരുപോലെയാണോ ഉള്ളത്? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചില പ്ലാന്റ്സ് എന്താണ് ചെറുതാണ്, ചിലതെന്താണ് വലിയ മരങ്ങളാണ്, പിന്നെന്താ ചിലത് വള്ളികളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ നമുക്ക് ട്രീസ്, സ്മോൾ പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ടാബ് തന്നിട്ടുണ്ട്. Try to classify the plants around you on the basis of their peculiarities and write them down. എന്താണ്? ഓരോന്നിനും ഓരോരോ സവിശേഷതകളുണ്ട് അല്ലേ? പെക്കുലിയാരിറ്റീസ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾക്കും ഉള്ള സവിശേഷതകൾ. മരങ്ങളാണ് ചിലതെന്താണ് ചെറിയ പ്ലാന്റ്സ് ആണ്, ചിലതെന്താണ് വള്ളികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ട്രീസിൻ്റെ പേരുകൾ ഇവിടെ തന്നത് ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ. പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 പോയിന്റ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടീക്ക് ട്രീ, തേക്ക് മരം. പിന്നെന്താണ്? അരീക്കനട്ട് ട്രീ. അരീക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കവുങ്ങ്. പിന്നെ കോക്കനട്ട് ട്രീ, കോക്കനട്ട് ട്രീ, അരീക്കനട്ട് ട്രീ, ടീക്ക് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ. സ്മോൾ പ്ലാന്റ്സ്, ചെറിയ ചെടികൾ ഏതൊക്കെയാണ്? ബാസിൽ. എന്താണ് ബാസിൽ? എന്താ? തുളസി. ഹിബിസ്കസ്. പിന്നെന്താണ്? ലൂക്കസ്, തുമ്പ, റോസ്, മെറിഗോൾഡ്. മെറിഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മല്ലിക അല്ലേ? പിന്നെന്താ? ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളികളാണ്. വള്ളികൾ എന്തൊക്കെ വള്ളികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? ജാസ്മിൻ, മുല്ലപ്പൂവ്, അതൊരു വള്ളിയാണ് അല്ലേ? ബിറ്റർ ഗാർഡ്, എന്താണ്? കൈപ്പങ്ങ അല്ലെങ്കിൽ പാവക്ക. പംകിൻ, മത്തങ്ങ. പീ പ്ലാന്റ്, പയർ അല്ലേ? പയറിൻ്റെ ചെടി എങ്ങനെയാണ്? വള്ളിയാണ്. മണി പ്ലാന്റ്, നമ്മുടെ വീട്ടിലൊക്കെ ചെടിയായിട്ട് വെക്കുന്ന അല്ലേ? ഔട്ട്ഡോറും ഇൻഡോറും അല്ലേ? പുറത്തും അകത്തൊക്കെ വെക്കുന്ന ഒരു ചെടിയാണ് എന്ത്? മണി പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വള്ളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ? ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇനി എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള? ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ദ ബാംബൂ ലോർ. എന്താണ് ബാംബു എന്ന് പറഞ്ഞാൽ? എന്താണ്? മുള. ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദി ഗ്രാസ് ഫാമിലി. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്. എന്താണ്? ബാംബു ഗ്രാസ് ഫാമിലിയിലെ ഏറ്റവും വലിയ മരമാണെന്ത്? മുള. അത് പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്. ഇറ്റ് ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ ദിസ്. അത് ഒരു വട്ടം മാത്രമേ അതിൻ്റെ ജീവിതത്തിൽ അത് വളരുന്ന ആ ഒരു ഇതിൽ ഒരു വട്ടം മാത്രമേ അത് പൂക്കുള്ളൂ. ആ പൂക്കുന്നത് എന്താണ്? അതോടുകൂടി മുള നശിച്ചു പോകും. ഈച്ച് ബാംബു പ്ലാന്റ് ഡെപ്പോസിറ്റ്സ് തൗസൻഡ്സ് ഓഫ് സീഡ്സ് ബിഫോർ ഇറ്റ് പെറിഷസ്. ഓരോ ബാംബു പ്ലാന്റ്സും എന്താവും? അത് എന്താ പറയുക, അതെന്ത് ചെയ്യും? ഈ തൗസൻഡ്സ് ഓഫ് സീഡ്സിൽ ആയിരക്കണക്കിന് വിത്തുകൾ അത് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ദ സീഡ്സ് ഓഫ് ബാംബു ആർ നോൺ ആസ് ബാംബു ഗ്രെയിൻസ്. ആ വിത്തുകളെ എന്താണ് പറയുന്നത്? ബാംബു ഗ്രെയിൻസ് അല്ലേ? മുളധാന്യങ്ങൾ. ദീസ് ഗ്രെയിൻസ് ഹാവിങ് മെഡിക്കൽ വാല്യൂ. ഈ ഗ്രെയിൻസിന് എന്തുണ്ട്? ഈ ധാന്യങ്ങൾക്ക് എന്തുണ്ട്? മെഡിക്കൽ വാല്യൂ ഉണ്ട് അല്ലേ?
ആർ യൂസ്ഡ് ആസ് ഫുഡ്. എന്താണ്, ഇതൊരു ഭക്ഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ ഈ മുള അരിയൊക്കെ എന്ത് വെച്ച് കഴിക്കും, കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കും, നല്ലതാണ് അത്. ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലൊരു കാര്യമാണ് എന്ത്, മുള അരി. അപ്പോൾ ഇതാണ് മുള. ഇനി എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പൂക്കളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലേ, നമ്മുടെ ഗാർഡനിൽ, വീട്ടിലൊക്കെ ഗാർഡൻ ഉണ്ടോ, അതേപോലെ എന്താ ഓൾ ടൈപ്സ് പ്ലാന്റ്സ് ഡു യു ഹാവ് ഇൻ യുവർ ഗാർഡൻ എന്നും, നിങ്ങളുടെ ഗാർഡനിൽ എന്തൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളാണുള്ളത്, വിച്ച് ഓഫ് ദോസ് പ്ലാന്റ്സ് ബോസം, ഏതൊക്കെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്, വിച്ച് ഈസ് ദ ഫ്ലവർ യു ലൈക്ക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണ്, ട്രൈ ടു ഡ്രോ ഇറ്റ്സ് പിക്ചർ, അതിനൊക്കെ പിക്ചേഴ്സ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട് ആർ ദ ഫ്ലവേഴ്സ് സീൻ ഇൻ ദി പിക്ചർ ബിലോ, മേക്ക് ദ ഫ്ലവേഴ്സ് മോർ ബ്യൂട്ടിഫുൾ യൂസിങ് സ്യൂട്ടബിൾ കളേഴ്സ്. എന്താണ്, ഇവിടെ നമുക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, ആ പിക്ചേഴ്സിൻ്റെ ഒക്കെ പേര്, അതേപോലെ തന്നെ അത് കളറൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. പിന്നെന്താ, വിച്ച് കളർ ഡിഡ് യു ഗീവ് ടു ദി റോസ്, ഡിഡ് ഓൾ യു ഗീവ് ദി സെയിം കളർ, നിങ്ങൾ എല്ലാത്തിനും ഒരേ കളറാണോ കൊടുക്കുന്നത്, അല്ല അല്ലേ, വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ ചില പ്ലാന്റ്സിന്, ചില ഫ്ലവേഴ്സിന് എന്തുണ്ട്, ഒരു ഫ്ലവർ തന്നെ, ഒരു ടൈപ്പ് ഫ്ലവർ തന്നെ ഒരുപാട് നിറത്തിലുണ്ട് അല്ലേ. നമ്മുടെ ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി, അങ്ങനത്തെ ഒരു ചെടിയാണ് അല്ലേ. അപ്പോൾ പക്ഷേ ചില ചെടികൾ എന്തുണ്ട്, ആകെ ഒരൊറ്റ പൂവ്, ഒരൊറ്റ കളറേ ആ പൂവ് ഉണ്ടാവുള്ളൂ അല്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം അല്ലേ, പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ്, ജാസ്മിൻ, മെറിഗോൾഡ്, റോസ്, ക്രിസാന്തിമം, ഹിബിസ്കസ്, ഇതൊക്കെ എന്താണ്, ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ, അതായത് ഈ ഫ്ലവേഴ്സിൽ തന്നെ ഒരു കളറുള്ള ഫ്ലവറും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കളർ അല്ലേ, ഒരുപാട് നിറത്തിലുള്ള കളേഴ്സുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് എഴുതി നോക്കിയാലോ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്, ഹിബിസ്കസ്, റോസ്, മെറിഗോൾഡ്, ലില്ലി, ഡാലിയ, ഇതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സാണ്. ഇനി പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ, ഒരു കളറിൽ മാത്രമുള്ള ഏതൊക്കെയാണ്, ലൂക്കസ്, ജാസ്മിൻ, റഫ്ലേഷ്യ, മുക്കുറ്റി, സൺഫ്ലവർ, ഇതൊക്കെ എന്താണ്, ഫ്ലവേഴ്സ് ഒരൊറ്റ നിറത്തിലുള്ള ഫ്ലവേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ തന്നെ ട്രൈ ടു സ്മെൽ ഫ്ലവേഴ്സ് ലൈക്ക് ദി റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, മെറിഗോൾഡ് എക്സെട്ര. ആസ് ഇൻ ദി കേസ് ഓഫ് കളർ, ഡോണ്ട് ഫ്ലവേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്മെൽ ടു? How many plants can be identified only by the smell of their flowers? Try to write. എങ്ങനെയാണ്, ചില ഫ്ലവേഴ്സിന് എന്തുണ്ട്, സ്മെല്ലുണ്ട് അല്ലേ. എല്ലാ ഫ്ലവേഴ്സിനും സ്മെല്ലുണ്ടോ, ഇല്ല, എല്ലാ ഫ്ലവേഴ്സിനും സ്മെല്ലില്ല. ചില ഫ്ലവേഴ്സൊക്കെ എന്താണ്, നല്ല മണമായിരിക്കും, പക്ഷെ നല്ല മണമല്ലാത്ത ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല മണമുള്ള ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പേരെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജാസ്മിൻ, നല്ല സ്മെല്ലല്ലേ, മുല്ലപ്പൂ നല്ല മണമാണ്. പിന്നെന്താ, റോസ് എന്താണ്, നല്ല മണമുള്ള ഒരു ഫ്ലവറാണ് എന്ത്, റോസ്. പിന്നെ ഏതാ, ജമന്തി അല്ലേ, ജമന്തിക്ക് എന്താ പറയുക, ക്രിസന്തമം. പിന്നെന്താണ്, ചെണ്ടുമല്ലി, മെറിഗോൾഡ്, നല്ല മണമുള്ളതാണ് ചെണ്ടുമല്ലി. പിന്നെന്താ, ഫാങ്കിപ്പനി, ചെമ്പകം, ഇത് നല്ല മണമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല മണമുള്ള എന്താണ്, പൂക്കളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പൂക്കളെ കുറിച്ചിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കൾ, അതായത് ഫ്ലവേഴ്സിൻ്റെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദോസ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ്, രാത്രി കാലങ്ങളിൽ വിരിയുന്ന പൂക്കൾ. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ്, ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ്. എന്താണ്, ഈ ഒരു ഫ്ലവേഴ്സ് അത് എപ്പോഴാണ് വിരിയുന്നത്, രാത്രി കാലങ്ങളിലാണ്. അതെന്തായിരിക്കും, വെള്ളയായിരിക്കും, അതേപോലെ തന്നെ നല്ല മണമാണ് അല്ലേ. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, രാത്രി കാലങ്ങളിൽ ആ ചെടീനെ അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും, പ്രാണികളെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താ, ക്യൂൻ ഓഫ് നൈറ്റ്. ഏതാണ്, നിശാഗന്ധി. വെൻ നീലക്കുറിഞ്ഞി ബ്ലോസംസ്, എപ്പോഴാണ് നീലക്കുറിഞ്ഞി ബ്ലോസം ചെയ്യുന്നത് അല്ലേ, പൂക്കുന്നത്. നീലക്കുറിഞ്ഞി ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ 12 years. 12 ഇയേഴ്സിൻ്റെ ഇടയിലാണ് നീലക്കുറിഞ്ഞി പൂക്കുക അല്ലേ. 12 വർഷങ്ങൾ, ഒരു തവണ പൂത്താൽ ഇനി പിന്നെ അത് പൂക്കണം എന്നുണ്ടെങ്കിൽ 12 വർഷങ്ങൾ എടുക്കും. വാട്ട് എ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസം ഡറ്റ് ഓവർ ദി നീലഗിരി ഹിൽസ്. നീലഗിരി ഹിൽസിലാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ നീലക്കുറിഞ്ഞി ഉണ്ടാകുന്നത്. ദ ഗിയൻ അമംഗ് ഫ്ലവേഴ്സ്, റഫ്ലേഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദി വേൾഡ്.
ഏറ്റവും വലിയ പൂവാണ്, നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് എന്ത്? റഫ്ലേഷ്യ. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് 10 കിലോഗ്രാം ആൻഡ് എൻസർക്കിൾസ് ആസ് ബിഗ് ആസ് ആൻ അംബ്രല. ഇറ്റ് ഹാസ് എ ഫോൾ സ്മെൽ. എന്താണ്? 10 കിലോഗ്രാം ഒക്കെ ഉണ്ട് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് വലിയതാണ്, ഒരു കുട പോലെയാണുള്ളത്. പിന്നെ അതിൻ്റെ മണം എങ്ങനെയാണ്? നല്ല മണമാണോ? അല്ല, അതിനൊരു ചീന മണമാണ് ഉള്ളത്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു മണമുള്ള പൂവാണ് എന്ത്? റഫ്ലേഷ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ. എന്താണ്? ഇലകൾ. ഇലകൾ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഇലകളുണ്ട് അല്ലേ. നീണ്ട ഇലകളുണ്ട്, അതേപോലെ തന്നെ സ്മെല്ലുള്ള ഇലകളുണ്ട്, വട്ടത്തിലുള്ള ഇലകളുണ്ട്, കളേഴ്സ് ഡിഫറൻസ് ആയിട്ടുള്ള ഇലകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇലകളുണ്ട് അല്ലേ. Can you identify the smell of leaves plants in your locality like basil, mango tree, curry leaf, lemon, cinnamon, ginger, vetiver, bitter gourd, cashew nut, Spanish thyme, etc. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലീവ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് അല്ലേ. ഇസ് ഇൻ ദ സ്മെൽ ഓഫ് ദ ലീവ്സ് ഓഫ് ഈച്ച് പ്ലാന്റ് ഡിഫറെൻറ്റ്. എല്ലാ ഇതിൻ്റെ സ്മെല്ലും ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊന്ന് മണത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കറി ലീവ്സ് അല്ലേ, കറിവേപ്പില, അതേപോലെ തന്നെ നമ്മുടെ കന്നിക്കൂർക്കയുടെ ഇല. അപ്പോൾ ഇങ്ങനത്തെ ഇലകളൊക്കെ ഒന്ന് മണത്ത് നോക്കുക. നമ്മുടെ ലെമൺ അല്ലേ, എന്താണ്, നാരങ്ങയുടെ ഇല, ഇതൊക്കെ ഒന്ന് മണത്ത് നോക്കൊണ്ടു. ഒക്കെ എല്ലാത്തിനും എന്തായിരിക്കും? ഒരു സെപ്പറേറ്റ്, ഒരു വേറെ സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത്, ഒരേ മണം ആവില്ല. അപ്പോൾ ഇങ്ങനെ മണമുള്ള ലീവ്സിൻ്റെ ഒക്കെ പേരുകൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എല്ലാ ഇതിനും ഒരേ മണമല്ല അല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് ലീവ്സ് വിച്ച് ഹാസ് സ്മെൽ. ലെമൺ, മാംഗോ ലീഫ്, ജിഞ്ചർ, കാഷ്യൂനട്ട്, കറി ലീവ്സ്, ടർമറിക്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെന്താ നമുക്കിവിടെ ലിവിങ് തിങ്സ്. എന്താണ് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ? ജീവിക്കുന്ന വസ്തുക്കൾ അല്ലേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റ് സീൻ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയുക പിക്ചേഴ്സാണുള്ളത്? പിക്ക് ഔട്ട് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, ഇതിലുള്ള ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ബയോട്ടിക്കൽ തിങ്സ്. ബയോട്ടിക്കൽ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക്കൽ ഫാക്ടേഴ്സ്. ജീവനുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്ലാന്റ് എന്താണ്? ഒരു ലിവിങ് തിങ് ആണ്. അതിന് ജീവനുണ്ട് അല്ലേ. അത് വളരില്ലേ. ഒരു പ്ലാന്റ് കുഴിച്ചിട്ടാൽ അതിങ്ങനെ വളരും, അതിന് ലീവ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ലിവിങ് തിങ് ആണ്. ഒരു ടേബിള്, ആ ടേബിൾ എന്താണ്? ലിവിങ് തിങ് ആണോ? അതിന് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, അതിന് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിയോ? ഇല്ല അല്ലേ. ടേബിളിന് അവിടെ തന്നെ നിൽക്കാനേ കഴിയുള്ളൂ. അതിനെന്തെങ്കിലും വേണോ? വെള്ളം വേണോ? ഭക്ഷണം വേണം, അങ്ങനെ എന്തെങ്കിലും വേണോ? ഇല്ല. നമ്മൾ പ്ലാന്റിന് എന്തൊക്കെ വേണം? പ്ലാന്റ് വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വളം വേണം, അതേപോലെ തന്നെ അതിന് വെള്ളം വേണം, ഇതൊക്കെ വേണം അല്ലേ. അപ്പോൾ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് എന്തിന്? നോൺ ലിവിങ് തിങ്സിനെ പറയുന്നത് അല്ലേ. നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സിലുള്ളത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. അപ്പോൾ ലിവിങ് തിങ്സ് ഈ പിക്ചേഴ്സിൽ ഏതൊക്കെയാണുള്ളത്? ആൻഡ്, ഫിഷ്, കാറ്റ്, പീ പ്ലാന്റ്, പംകിൻ, ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സോ ടേബിൾ, കൈറ്റ്, ബാസ്ക്കറ്റ്, ഗ്ലാസ്, കമ്പ്യൂട്ടർ, സ്റ്റോൺ, ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വാട്ട് ഓൾ പെക്യുലിയാരിറ്റീസ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡു യു നോ. എന്താണ് ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? പെക്യുലിയാരിറ്റീസ്. എന്താ പെക്യുലിയാരിറ്റീസ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ പെക്യുലിയാരിറ്റീസ് ഓഫ് ദി ലിവിങ്, പെക്യുലിയാരിറ്റീസ് ഓഫ് ദി നോൺ ലിവിങ്, എന്താണ് നമ്മുടെ ലിവിങ് തിങ്സിൻ്റെ സവിശേഷതകളും അതേപോലെ നോൺ ലിവിങ് തിങ്സിൻ്റെ സവിശേഷതകളും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെക്യുലിയാരിറ്റീസ് ഓഫ് ദി ലിവിങ്, അതിൻ്റെ താഴെ എന്താണ്? ഗ്രോ അല്ലേ. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് വളരാൻ കഴിയും. പിന്നെന്താണ്? ന്യൂ വൺസ് ആർ ഫോംഡ്, അതിന് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അതായത് എന്താണ്? ഒരു പ്ലാന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് ചെറിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്ലാന്റിന് കഴിവുണ്ട് അല്ലേ. എന്തുണ്ട്? അതായത് ആ പ്ലാന്റ് ഇപ്പോൾ സീഡൊക്കെ ഉണ്ടാക്കും, സീഡ് ഉണ്ടാക്കിയിട്ട് ആ സീഡ് വേറെ ഒരു പ്ലാന്റ് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? നമ്മുടെ ലിവിങ് തിങ്സിനുണ്ട്. ഇറ്റ് ക്യാൻ ബ്രീത്ത് അല്ലേ, അതിന് ശ്വസിക്കാൻ കഴിയും. ഇറ്റ് ക്യാൻ മൂവ്, അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ റെസ്പോണ്ട്, അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതായത് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സംസാരിക്കാൻ കഴിയും, ഇതാക്കാൻ കഴിയുമെന്നല്ല. ഒരു സാധനത്തിന് നമ്മളൊന്ന്
ഒന്ന് ഉന്തിയിട്ടാൽ അതെന്ത് ചെയ്യും, അത് താഴെ വീഴാനോ അല്ലെങ്കിൽ അതിനൊന്ന് ഇതാക്കിയാലൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. പിന്നെന്താ, ഇറ്റ് ടേക്ക് ഫുഡ് അല്ലേ, അതായത് പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫുഡ് എടുക്കുന്നുണ്ട് അല്ലേ. പ്ലാന്റ്സ് ആണെങ്കിൽ അവർക്ക് വെള്ളം വേണം, വളം വേണം. ആനിമൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വേണം. ഇറ്റ് വിൽ ഡൈ അല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്, അത് നശിച്ചു പോകുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഒരു കാലാവധി ഉണ്ട് ഏതൊരു ജീവിക്കും അല്ലേ. അപ്പോൾ അത് തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ എന്ത്, ആ ഒരു ലിവിങ് തിങ് അല്ലേ. അപ്പോൾ ഇനി എന്താ പെക്കുലിയാരിറ്റീസ് ഓഫ് ദി നോൺ ലിവിങ് തിങ്, അതിന് വളരാൻ കഴിയോ, ഇല്ല. കാൺ ഗ്രോ, ന്യൂ വൺസ് ആർ നോട്ട് ഫോംഡ് അല്ലേ, അതിന് പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇറ്റ് കാൺ ബ്രീത്ത്, അതിന് ശ്വസിക്കാൻ കഴിയില്ല. ഡു നോട്ട് മൂവ്, അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഡു നോട്ട് റെസ്പോണ്ട്, അതിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. ഡു നോട്ട് ടേക്ക് ഫുഡ്, അത് ഭക്ഷണം എടുക്കില്ല. ഡു നോട്ട് ഡൈ, എന്താണ്, അത് ജീവിക്കില്ല അല്ലേ. അല്ല, മരിച്ചു പോയില്ല. അതായത് എന്താണ്, അതിന് പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാനോ ഇതാക്കാനോ ഒന്നിനും അതിനെന്ത് ചെയ്യില്ല, അതിന് കഴിയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് എന്ത് പെക്കുലിയാരിറ്റീസ് ഓഫ് ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഡോണ്ട് വി കുക്ക് ഫുഡ് ഇൻ അവർ ഹൗസ് ഇൻ ദി കിച്ചൺ, നമ്മൾ നമ്മുടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ. പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ്, പ്ലാന്റ്സ് എവിടെയാണ് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ലീവ്സിലാണ് അല്ലേ, അതിൻ്റെ ഇലകളിലാണ്. ദ പ്രിപ്പയർഡ് ഫുഡ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്, ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് എന്താ ചെയ്യുന്നത്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ബൈ ദി പ്ലാന്റ് ഇൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ്, എന്താണ്, അത് ബാക്കി വരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എവിടെയാണ് എടുത്തു വെക്കുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ, അതിൻ്റെ ഒരുപാട്, ഇപ്പോൾ ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന് സ്റ്റം ഉണ്ട്, അതിന് റൂട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഭാഗത്തും അത് എന്ത് ചെയ്യാണ്, അതവിടെ വെക്കുകയാണ്, എടുത്ത് വെക്കുകയാണ്. വി യൂസ് ദിസ് ആസ് അവർ ഫുഡ്, അത് നമ്മളുടെ ഭക്ഷണമായിട്ട് പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. സീ ദ പിക്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് വി യൂസ് ഫോർ ഫുഡ്, ഐഡൻറ്റിഫൈ ഈച്ച് വൺസ് നെയിം ഫ്രം ദി ബോക്സ് ആൻഡ് നോട്ട് ഡൗൺ, എന്താണ്, ഇവിടെ താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അത് എന്താണ്, നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് അതെന്ത് ചെയ്യാനാ, ഈ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ള നമ്മളെടുത്ത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തത് എന്താണ്, റൈസ്, പിന്നെന്താ വീറ്റ്, പിന്നെ ഗോവ, പിന്നെന്താണ് പപ്പായ, പിന്നെ അടുത്തത് എന്താണ് ടാപ്പിയോക്ക, പിന്നെയോ ബ്രിഞ്ചാൾ അല്ലേ, ബീട്രൂട്ട്, പിന്നെന്താ, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, പിന്നെ റാഡിഷ്. യൂസ് ദ ലീഫ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഓഫ് മൊരിങ്ങ ഫോർ ഫുഡ്. ഡു വി യൂസ് ഓൾ പാർട്സ് ഓഫ് ഓൾ പ്ലാന്റ്സ് ഫോർ ഫുഡ്? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. എന്താണ്, നമ്മൾ ലീഫ് അല്ലേ, നമ്മൾ ഫ്ലവേഴ്സ്, ലീഫ്, അതേപോലെ ഫ്രൂട്ട്, ഇതൊക്കെ എന്ത്, മൊരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങ അല്ലേ, അത് ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ പാർട്സും, പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്സും നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാബിൾ തന്നിട്ടുണ്ട്. ആ ടാബിളിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്ലവർ, ഫ്രൂട്ട്, ലീഫ്, സ്റ്റം, ട്യൂബർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം അറിയാം. ട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താണ്, കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഫ്ലവേഴ്സാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്, ഒനിയൻ എന്താണ്, ഒരു ഫ്ലവറാണ് അല്ലേ. മുരിങ്ങയുടെ ഇല എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപ്പേരിയൊക്കെ അല്ലേ, തോരൻ വെക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് കോളിഫ്ലവർ, ബനാന ഫ്ലവർ അല്ലേ, നമ്മുടെ വാഴക്കൂമ്പ്, പിന്നെ യാം അല്ലേ, ചേനയുടെ പൂവ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, പപ്പായ, പംകിൻ, മാംഗോ, ആപ്പിൾ, ഓറഞ്ച്, ഒരുപാടുണ്ട് അല്ലേ. ലീഫ് ഏതൊക്കെയാണ്, അമരാന്തസ്, കാഷ്യാത്തോര, മൊരിങ്ങ, പംകിൻ, കറി ലീവ്സ്. സ്റ്റമ്മോ, അമരാന്തസ്, താരോ, സപ്പൻവുഡ്, ബനാന, ഷുഗർ കെയിൻ. ട്യൂബർ, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, യാം, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളാണ് അല്ലേ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ്? ഷുഡൻ സച്ച് എ വെരി സിഗ്നിഫിക്കൻറ്റ് സീഡ് ബി പ്രൊട്ടക്റ്റഡ്? എങ്ങനെയാണ് നമ്മുടെ സീഡ്സ്, എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ സീഡ്സ്, എങ്ങനെയാണ്, ഓരോ പഴത്തിൻ്റെ ഉള്ളിലാണ് സീഡ്സ് ഉള്ളത് അല്ലേ. ഈ പഴങ്ങളൊക്കെ എന്താണ്, അതിനൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗോവ, അതേപോലെ പപ്പായ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീഡ്സ് ഒക്കെ ഉള്ളത് അല്ലേ.
ദർ ആർ ഫ്രൂട്ട്സ് വിത്ത് ഓൺലി വൺ സീഡ് ആൻഡ് ഫ്രൂട്ട്സ് വിത്ത് മെനി സീഡ്സ്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സിൽ ഒരു സീഡുള്ളത്, ഇതിൽ ഒരു സീഡുള്ളത് ഏതാണ്? മാംഗോ അല്ലേ. അത് മാംഗോക്ക് എന്താണ്? ഒരു സീഡേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരുപാട് സീഡ്സ് ഉണ്ട് അല്ലേ ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സീഡ് യു ഹാവ് സീൻ. ഇതിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള സീഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ? ആൻഡ് ദ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയത് ഏതാണ്? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതി നോക്കാം. ആദ്യം ചെറിയ സീഡുള്ളത് ഏതൊക്കെയാണ്, വലിയ സീഡുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിഗ്ഗസ്റ്റ് സീഡ് കോക്കനട്ട്, മാംഗോ, അരീക്കനട്ട്, അവക്കാഡോ, സ്ട്രോബെറി, പ്ലംസ്, ഡേറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഒരൊറ്റ സീഡാണുള്ളത്. സ്മോളസ്റ്റ് സീഡോ ഓറഞ്ച്, ചില്ലി, പീ, ഗ്രേപ്സ്, പപ്പായ, ആപ്പിൾ, ഗോവ. ഇതൊക്കെ എന്താണ്? ഒരുപാട് സീഡ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള സീഡ്സ്. അതേപോലെ തന്നെ നിങ്ങൾ പുറത്ത് അമ്മേൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ നമ്മുടെ അടയ്ക്ക, അതേപോലെ തേങ്ങ, ഇതിൻ്റെയൊക്കെ സീഡ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാൻ പറയണ്ട കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൂട്ടാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ വേരാണ് അല്ലേ. അപ്പോൾ റൂട്ടിന് ഇവിടെ എന്തോ പറയാനുണ്ട്. ഐ കീപ് പ്ലാന്റ്സ് ഫിക്സ്ഡ് ഇൻ ദ സോയിൽ. ഐ ഹെൽപ്പ് ആൻഡ് അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദി സോയിൽ. എന്താണ്? ഞാൻ പ്ലാന്റ്സിനെ സോയിലിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് വെള്ളം, അതിനാവശ്യമുള്ള മിനറൽസ് അല്ലേ, പ്ലാന്റ്സിന് ആവശ്യമുള്ള മിനറൽസ്, ഇതൊക്കെ മണ്ണിൽ നിന്നും വലിച്ച് അതിനെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൈ ഹെൽപ്പ് ഈസ് റിക്വയർഡ് ഫോർ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദി സോയിൽ ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ദി വാഷിംഗ് അവേ ഓഫ് സോയിൽ. യൂസ് ദ റൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്സ് ലൈക്ക് ദ കോമൺ കുഴുന്തോട്ടി ആൻഡ് വെറ്റിവർ, രാമച്ചം ആസ് മെഡിസിൻസ്. ദ റൂട്ട്സ് ഓഫ് ടീക്ക് വുഡ്, കോഫി പ്ലാന്റ് ആൻഡ് റോസ് വുഡ് tea are used to make curious. The roots of tapioca and sweet potato are used as food. എന്താണ്? റൂട്ട്സ് തന്നെ പല തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്താ പറയുക, നമുക്ക് വീട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭക്ഷണമായിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റൂട്ട്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റമ്മാണ്. സ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? അതിൻ്റെ തണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദ സ്റ്റം ദാറ്റ് ട്രാൻസ്പോർട്ടഡ് ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദി റൂട്ട് ഓഫ് ദി പെപ്പറോമിയ പ്ലാന്റ് ടു ഓൾ പാർട്സ്. ജസ്റ്റ് ഇമാജിൻ ദ കണ്ടീഷൻ ഓഫ് ദി പ്ലാന്റ് വിത്തൗട്ട് സ്റ്റം. എന്താ നമ്മുടെ സ്റ്റമ്മിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റൂട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു മിനറൽസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ സ്റ്റമ്മും വേണ്ടേ ഇതൊക്കെ എല്ലാ പാർട്സിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട്. ഐ ട്രാൻസ്പോർട്ട് ദ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദി ലീവ്സ്. ഹാവൻ യു സീൻ ലീവ്സ് അറേഞ്ച്ഡ് ഇൻ പ്ലാന്റ്സ്? വിത്തൗട്ട് മീ ലീവ്സ് കനോട്ട് സ്റ്റാൻഡ് അല്ലേ. ശരിയാണല്ലോ അല്ലേ. എന്താണ്? നമ്മുടെ സ്റ്റമ്മില്ലാതെ ലീവ്സിന് നിൽക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ അതേപോലെ തന്നെ റൂട്ട് വലിച്ചെടുക്കുന്ന മിനറൽസ്, വാട്ടർ, ഇതൊക്കെ ആരാണ് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്നത്? ലീവ്സിലോട്ടൊക്കെ എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റമ്മാണ് ഇല്ലേ. അപ്പോൾ ഇവിടെ ഡോൺ വി ഓൾ ലൈക്ക് ദ ഷുഗർ കെയിൻ സ്റ്റം? ഡു യു നോ ദാറ്റ് ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഷുഗർ കെയിൻ സ്റ്റം? നമ്മുടെ ഷുഗർ ഉണ്ടാക്കുന്നത് ഒരു ഷുഗർ കെയിൻ സ്റ്റം എന്നാണോ അല്ലേ? കരിമ്പ്, ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായിട്ടുള്ള സ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. യു ഹാവ് ഫെമിലിയറൈസ്ഡ് യുവർ സെൽഫ് വിത്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദി പ്ലാന്റ് ഗിവൻ ബിലോ ആൻഡ് ലേബൽ ഇറ്റ്സ് പാർട്സ് ഇൻ ദി ബോക്സസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാത്തിൻ്റെയും പാർട്സ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കുക. അപ്പോൾ ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ലീവ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സ്റ്റം ഉണ്ട്, റൂട്ട് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. അതൊക്കെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ പെക്യുലിയാരിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐഡൻറ്റിഫൈ സം ഓഫ് പ്ലാന്റ്സ് ബൈ ഒബ്സർവിങ് ദെയർ പാർട്സ്, അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് വരയ്ക്കുക. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട്, സ്റ്റം ആൻഡ് ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ റൂട്ടിൻ്റെയും സ്റ്റമ്മിൻ്റെയും അതേപോലെ തന്നെ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മളെ റൂട്ടിൻ്റെ ഫങ്ഷൻസ്? എന്താണ്?
ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ, എന്താണ് ഇറ്റ് കീപ് പ്ലാന്റ്സ് ഫിക്സ്ഡ് ഇൻ ദി സോയിൽ, ഇറ്റ് ഹെൽപ്പ് ഇൻ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദി സോയിൽ, ഇറ്റ് എന്താ പറയുക ഹെൽപ്സ് for rainwater to seep into the soil and also to prevent the washing away of soil. ഇതാണ് എന്ത് നമ്മുടെ റൂട്ടിൻ്റെ ഫങ്ഷൻ. പിന്നെന്താ നമ്മുടെ സ്റ്റമ്മിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റമ്മിൻ്റെ ഫങ്ഷൻ ഇറ്റ് ട്രാൻസ്പോർട്ട് ദി വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട് ടു ദി ലീവ്സ്, ഫ്രൂട്ട്, സീഡ് ഇൻ ദി ഫ്രൂട്ട് ജെർമിനേറ്റ് ടു ഫോം ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഫങ്ഷന്. ഐഡൻറ്റിഫൈ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ നാച്ചർ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അത് നിങ്ങൾക്കറിയാം. ഐഡൻറ്റിഫൈ പാർട്സ് ഓഫ് പ്ലാന്റ് ദാറ്റ് ആർ എഡിബിൾ ആൻഡ് ടാബ്ലേറ്റ് ദം, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്ലാന്റ്സിൻ്റെ പാർട്സ് ഒക്കെ അല്ലേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റസ് ആസസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. പാർട്ട് ഓഫ് ദി പ്ലാന്റ് ദാറ്റ് ക്യാൻ ബി കോൾഡ് ഇറ്റ്സ് കിച്ചൺ. ഏതാണ് അതിൻ്റെ കിച്ചൺ എന്നറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ പ്ലാന്റ് എവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ലീവ്സ് അല്ലേ, ലീഫിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. Which among the following is not a message related to plant conservation? എന്താണ് ഏതാണ് അല്ലേ നമ്മുടെ പ്ലാന്റ് കൺസർവേഷന് റിലേറ്റ് ചെയ്യാത്തൊരു മെസ്സേജ് ഏതാണ് ഇതിലുള്ള? ട്രീസ് എ ബോൺ, ഡു നോട്ട് കട്ട് ട്രീസ്, ട്രീസ് ഓൺലി ഫോർ മാൻ, ട്രീസ് അവർ ഫ്രണ്ട്സ് എന്നാണ്. അപ്പോൾ ഇതിലേതാ നമുക്ക് എന്താ പറയുക ആവശ്യമുള്ള ഏതാണ്? ട്രീസ് ഓൺലി ഫോർ മാൻ എന്നുള്ളതാണ് എന്ത് ആവശ്യമില്ലാത്തൊരു മെസ്സേജ് അല്ലേ. മനുഷ്യർക്ക് മാത്രമാണോ ട്രീസ് ആവശ്യമുള്ളത്? അല്ല അല്ലേ, എല്ലാ ജീവികൾക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. എക്സാമിൻ ദ ഗിവൻ ഡീറ്റെയിൽസ് അബൌട്ട് പ്ലാന്റ് പാർട്സ്, ഫില്ലിങ് ദ മിസ്സിംഗ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്, ഇവിടെ ഞാനൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട് എന്തിനാണ്? സീഡ് ഇൻ ദ ഫ്രൂട്ട് ജെർമിനേറ്റ്സ് ടു ഫോം ന്യൂ പ്ലാന്റ്സ്. ലീഫ് എന്താണ്? പ്രിപ്പയേഴ്സ് ഫുഡ് ഫോർ പ്ലാന്റ്സ്. സ്റ്റം ട്രാൻസ്പോർട്ട് ദി മിനറൽസ് അല്ലേ, ട്രാൻസ്പോർട്ട് ദി വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട് ടു ദി ലീവ്സ്. പിന്നെ റൂട്ട് എന്തിനാണ്? ഫിക്സസ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദി സോയിൽ. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ബ്ലൂമിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എല്ലാ വീഡിയോസും നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ ഭാഗവും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.